ഗൈസ്, ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സ്കൂളിലത്തെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞായിരുന്നു റൂം ടൂറിൻ്റെ വീഡിയോ ഇടാൻ. യെസ് ഗൈസ്, റൂമിലേക്ക് ടൂർ പോകണതിൻ്റെ വീഡിയോ ഇടാനുണ്ടായിരുന്നു. എൻ്റെ റൂം എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഇത് ഡൗൺ ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറിലാണ്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ വർക്കിംഗ് ഏരിയ. ഒരു ഓഫീസാട്ടോ. എൻ്റെ അച്ഛൻ പുതിയ കമ്പനിയൊക്കെ തുടങ്ങി. അല്ല ഗൈസ്, സോറി കേട്ടോ. സോറി ഗൈസ്, ഞാൻ എന്താ പറയുക, കോമറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ പിന്നെ ഒരു ദിവസം ശനിയാഴ്ചയോ അല്ല എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ അച്ഛൻ അവിടെ പൊരിഞ്ഞ മീറ്റിങ്ങിലാണ്. എന്തായാലും നമുക്ക് റൂമിലേക്ക് ഗൈസ്, ഇതാണ് എൻ്റെ റൂം. കുർബാന സ്വീകരണത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഓക്കെ ഗൈസ്. എന്തിനിരുട്ട് ഗൈസ്, ഞാനപ്പോൾ എൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂം. ഒരു സ്പീക്കർ, ഇത് മെയിൻ സ്പീക്കർ, പിന്നെ 2 ചെറിയ സ്പീക്കർ, പിന്നെ അവിടെ ഒരു ചെറിയ സ്പീക്കർ, പിന്നെ ഇവിടെ 2 സ്ഥലത്തും ഒരു ചെറിയ സ്പീക്കർ വെച്ചിട്ടുണ്ട്. എനിക്ക് 2 ടേബിൾ ഉണ്ട് കേട്ടോ എൻ്റെ റൂമിൽ. ഇതൊന്ന് ഇത് ഗെയിമിംഗ് ടേബിൾ, ഇത് സ്റ്റഡി ടേബിൾ. പക്ഷേ ഗെയിമൊന്നും കളിക്കാറില്ല. ബിക്കോസ് PC-യും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും വേണം. എൻ്റെ കയ്യിൽ അതില്ല. മോണിറ്റർ മാത്രമേ ഉള്ളൂ. വെറുതെ മീനല്ലേ. കീബോർഡൊക്കെ എടുത്ത് വെച്ചേക്കാം. ആകെ കൂടി ഇത്ര സ്ഥലമേ ഉള്ളൂ ഗൈസ്. വെറുതെ തന്നെ കീബോർഡൊക്കെ വെച്ച് സ്ഥലം കളയാനെന്ന് വിചാരിച്ചിട്ട് കീബോർഡ് ഞാൻ വെച്ചില്ല ഗൈസ്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ കീബോർഡ് വെച്ചില്ല. വെറുതെ എന്തിനാ സ്ഥലം കളയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കീബോർഡും മൗസും ഉണ്ട്. ഒരു കീബോർഡ് 2 മൗസും ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ റൂം വിശദമായി കാണിച്ചു തരാം. വില ഒന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ പുതിയൊരു റൂബിക്സ് ക്യൂബ് വാങ്ങി. ക്യൂബിലോ ഡ്രിഫ്റ്റ് ആട്ടോ, ഡ്രിഫ്റ്റിൻ്റെ റൂബിക്സ് ക്യൂബ്. ഇതൊരു സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ഒരു കവറുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാട്ടോ ക്യൂബിലോൻ്റെ. എനിക്ക് വായി പറയുന്നില്ല. ഡ്രിഫ്റ്റ് അത്രയും പറഞ്ഞാൽ മതി. റൂബിക്സ് ക്യൂബ് ഞാൻ ഫുള്ള് തെറ്റിച്ചേക്കാണ്. എനിക്ക് വലിയൊരു റെഡിയാക്കാന്ന് അറിയില്ല. പിന്നെ മാഗ്നറ്റിക്കൽ റൂബിക്സ് ക്യൂബാണ്. 6 എന്ന് പറഞ്ഞ സംഭവം അറിയാം ഗൈസ് നിങ്ങൾക്ക്. 6U ഇത് കുറേ വട്ടം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇതാണ് സംഭവം. അപ്പോൾ ഇത് പഠിപ്പിച്ചു തരില്ലല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം ടൂറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബിലുണ്ട്. റൂബിക്സ് ക്യൂബിൽ സഞ്ചൊക്കെ കിട്ടിയൊരു പിന്നെ സാധനം. പിന്നെ നമ്മുടെ ഇവിടെ കുറേ സാധനങ്ങൾ. എൻ്റെ ഗെയിമിംഗ് ടേബിളിൽ ഏറ്റവും ഫണ്ണിയസ്റ്റ് പ്ലേസ് ഇതാണ് ഗൈസ്. കുറേ സാധനങ്ങൾ. അതെൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്താട്ടോ ഒരു ചേട്ടൻ. കുറേ സാധനങ്ങൾ, പോക്കറ്റ്, മോണസ്, എന്തൊക്കെയോ മോൺസ്റ്ററൊക്കെ. അത് ഡ്രിഫ്റ്റ് RCൻ്റെ കോൺസാട്ടോ. പിന്നെ ഇപ്പുറത്തെ ടേബിളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഡ്രോയിങ് ഫയല്. കുറേ അത് നോക്കണ്ട, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. താങ്ക് യു ഫോർ 500 സബ്സ്ക്രൈബേഴ്സ്. അത് പിന്നെ ഇത് ഞാൻ വരച്ചതാണ്. ട്രോൾ ഫേസാണ്. നല്ല വൃത്തിയുടെ ഉണ്ടാവില്ലേ. ഇതേ സെയിം ഞാൻ വരച്ചിട്ടല്ല, പ്രിൻ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് വരച്ചതാണ്. ഇനി എനിക്ക് വരയ്ക്കാൻ വയ്യ ഗൈസ്. അത് കാരണം ഞാൻ പ്രിൻ്റ് എടുത്ത് നീങ്ങി അവിടെ നിന്ന് വരണില്ല. ഓക്കെ, പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കുറേ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയോ യൂണോ, ഫാബ്രിക് പെയിൻറ്റ്, പശ. ഇതിനകത്ത് ബാറ്ററി ആട്ടോ, നിറച്ചും ബാറ്ററിയാണ്. കണ്ടോ ഗൈസ്, ബാറ്ററിയാണ്. നിങ്ങൾക്ക് കാണുന്നോന്നറിയില്ല. പിന്നെ നമ്മൾ ഗെയിം കളിക്കും. PC കിട്ടുവാണെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടി 2 ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ അനിയത്തി, ഈ ബ്ലാക്ക് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 2 ബോട്ടിൻ്റെയാണ്. പിന്നെ നമ്മുടെ RC വേണ്ട ഗൈസ്. ആദ്യം നമുക്ക് മോളത്തെ കംപ്ലീറ്റ് ആക്കാം. പിന്നെ ഈ മോണിറ്ററിൻ്റെ പിന്നിലാണ് എൻ്റെ ഇത് ഈ ഒരു പെട്ടി വരുന്നത്. പെട്ടി സാധാ പെട്ടിയല്ല, ഇതെൻ്റെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷനാണ് ഗൈസ്. ഈ പെട്ടിയിൽ ഗൈസ് ഇതാണ് എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ. കണ്ടോ ഗൈസ്, കുറച്ചുണ്ടല്ലോ. ഇത് മറ്റേ കിൻഡർ ജോയിന് കിട്ടിയതില്ലേ, പ്ലാസ്റ്റിക് പുതിയ ഇറങ്ങിയിട്ടില്ലേ, അതാണ് ഗൈസ്. അപ്പം ഞാനൊരു 3 വാങ്ങി.
മൂന്നും വാങ്ങിയതല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഞാൻ വാങ്ങിയേക്കണത് ഇതാണ് ഒറിജിനൽ ഹോട്ട് വീൽസ്. ഇത് ഹോട്ട് വീൽസ് അല്ല, എന്നാലും ഞാൻ വെറുതെ കളക്ഷനിൽ എടുത്ത് വെച്ച് ഒരു നമുക്ക് ഈ പെട്ടിയാണ് ഇത് അടയ്ക്കാനും കിട്ടും. ഇത് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനത്തെ പെട്ടി അടയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്. ഒരെണ്ണം അടയ്ക്കുമ്പോൾ ഒരെണ്ണം പുറത്ത് വരും, പിന്നെ അത് അടയ്ക്കുമ്പോൾ അയ്യോ എന്തൊരു കഷ്ടം. വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ ഗൈസ്, നമ്മൾ 1 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ഇത് അടച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു സ്കെയിൽ മോഡൽ വെച്ചിട്ടുണ്ട് ലംബോർഗിനിയുടെ. ഒറിജിനൽ ലംബോർഗിനി ആണോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ബമ്പർ ഉണ്ടായിരുന്നു, സ്പോയിലർ, സോറി അത് പൊട്ടിപ്പോയി. ഡോറൊക്കെ 2 സൈഡും തുറക്കാം. സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പോയതാണ്. പിന്നെ ഇത് എല്ലാ വണ്ടികളിലും ഉണ്ടോ, ഇതിൻ്റെ ബാക്കിലത്തെ എൻജിൻ്റെ സ്ഥലം ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് ഒറിജിനൽ സ്കെയിൽ മോഡലല്ല എന്നാട്ടോ തോന്നണേ. പിന്നെയാണ് നമ്മൾ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രിസ്മയുണ്ട്. 72 ഷെയ്ഡ്സിൻ്റെ പ്രിസ്മ. യെസ് ഗൈസ്, പ്രിസ്മ എൻ്റെ കയ്യിലുണ്ട്. 72 ഷെയ്ഡ്സിൻ്റെ പ്രിസ്മ എൻ്റെ കയ്യിലുണ്ട്. ഇതിന് ഏകദേശം ഒരു 3000 കോസ്റ്റ് വന്നു. അതൊക്കെ മാറ്റി വയ്ക്കാം. ഒരെണ്ണം എടുത്ത് കാണിക്കാം ഗൈസ്. കണ്ടോ ഗൈസ്, ഇതാണ് പെൻസില്. ഇങ്ങനെയാണ് പെൻസിൽ തന്നെ നമ്പർ എഴുതിണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിലൊരു സ്പോഞ്ച്, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മെറ്റലിൻ്റെ കട്ടറും, പിന്നെ ഒരു പ്രിസ്മയുടെ തന്നെ ഒരു റബ്ബറും വന്നിട്ടുണ്ട്. ഞാൻ ആ റബ്ബറൊക്കെ ഉപയോഗിച്ചു. കട്ടറാണെങ്കിൽ തൂങ്ങി പിടിച്ചു ഉപയോഗിക്കാണ്ട് എന്ത് ചെയ്യാനല്ലേ. അതാണ് ഞാൻ വരയ്ക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അത്രയും വരയ്ക്കുന്നൊന്നുമില്ല. ഇനി ഇവിടെ കുറച്ച് സ്കെച്ച് കണ്ടോ, ഈ വെള്ള നിങ്ങൾക്കറിയോ ഇതാണ് കേട്ടോ വെള്ള സ്കെച്ച് ഫുള്ള്. ഇതറിയില്ല നിങ്ങൾക്ക് ഈ മാർക്കർ, ഇങ്ങനത്തെ മാർക്കറാട്ടോ. അതിൽ കുറേ ടൈപ്പ് ഉണ്ട്. പഴയ ടൈപ്പ് ഉണ്ട്, പുതിയ ടൈപ്പ് ഉണ്ട്. പഴയ ടൈപ്പ് കണ്ടോ, പക്ഷെ ഒരെണ്ണേ ഉള്ളൂ. പുതിയ ടൈപ്പ് 10-15 ഉണ്ട്. പിന്നെ 2 ബ്രഷ് ഉണ്ട് ഫാബ്രിക് പെയിൻറ്റിന്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ യൂണോ. ഇനി നമുക്ക് RC കാറിൻ്റെ സെക്ഷൻ പോകാം. RC കാറിൻ്റെ കളക്ഷൻ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഓക്കെ സോറി ഗൈസ്, ഇതാട്ടെ എൻ്റെ കീബോർഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലൂടൂത്ത് കീബോർഡ്. ഇതെൻ്റെ അച്ഛൻ്റെയാണ്. അച്ഛൻ്റെ വർക്കിംഗ് ഏരിയ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. എൻ്റെ പപ്പയുടെ വർക്കിംഗ് ഏരിയ ഞാൻ പിന്നെ കാണിക്കാം. ഇത് ഒരു മിനി കിൻഡർ ജോയ് കളക്ഷൻ ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഒക്കെ എടുത്ത് എൻ്റെ അനിയത്തിക്ക് കൊടുത്തു ഗൈസ്. ഞാൻ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തൊരു ബോക്സാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാടാക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്രിഫ്റ്റ് RCയുടെ കോൺസാണ് ഇത് ഗൈസ്. ഞാൻ തായ്ലാൻഡിൽ പോയപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഹോബി ഗ്രേഡ് ഡ്രിഫ്റ്റ് കാർ വാങ്ങി. ഏകദേശം ഒരു 700 ടായ് ബാത്തെങ്ങാണ്ടായിട്ടുണ്ട്. ഇതിനകത്താണ് ഈ സംഭവം ഇരിക്കുന്നത്. അതിനത്ര 35 km/h എങ്ങാണ്ടാണ്. ഓക്കെ, പക്ഷെ സാധനം അടിച്ചു പോയി, എന്ത് ചെയ്യാനാണ്. ഡ്രിഫ്റ്റ് RC ഒക്കെ ആയ കാരണം ഇങ്ങനത്തെ റിമോട്ടാണ് ഗൈസ്. കണ്ടില്ലേ, നല്ല വൃത്തികെട്ട റിമോട്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അതിലും വൃത്തികേടാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കൊന്നും വേണ്ട. പിന്നെ ഇത് കുറച്ച് കൊടുത്ത കുറച്ച് അങ്ങനത്തെ ടൈപ്പാട്ടോ. ഒറിജിനൽ ഹോബി ഗ്രേഡ് സാധനം തന്നെയാണ്. ഇത് മറ്റേ ഇതിൻ്റെ കേട്ടോ. ഇത് ടോയ് ഗ്രേഡാണെന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഹോബി ഗ്രേഡാണെന്നും പറയാൻ പറ്റില്ല. ഇതൊരു 15 km/h ആട്ടോ. ഇതും അടിച്ചുപോയി. എൻ്റെ കയ്യിലുള്ള എല്ലാം അടിച്ചുപോയ സാധനങ്ങളാണ്. വാവ്, ഇത് നിങ്ങൾക്ക് ഇതേ സെയിം സാധനം ആമസോണിൽ വാങ്ങാൻ കിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ്. യെസ് ഗൈസ്, ഇത് ഇന്ത്യയിലല്ല, ഇന്ത്യയുടെ വെളിയിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു മാർക്കറ്റിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട് തന്നതാട്ടോ ഈ RC കാർ. എൻ്റെ ഫ്രണ്ടിന് വേണ്ട, അപ്പം ഞാൻ അവനോട് ചോദിച്ച് എടുത്തുകൊണ്ട് വന്നു. ഇതാണ് ഗൈസ് നമ്മുടെ ഡ്രിഫ്റ്റ് RC. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതേ സെയിം ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20,000 15,000 ഒക്കെ വരും.
ഇതിൻ്റെ ഒരു എന്താ പറയുക ഡാർക്ക് ഗ്രീനോ ബ്ലാക്കോ അങ്ങനത്തെ ഏതൊരു കളറില്ലേ ഗൈസ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് ബ്ലൂ ആണ്. തായ്ലാൻഡ് ആയ കാരണമാണ് ഈ കളർ. ഇത് അടിച്ചു പോകാൻ കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് ഗൈസ്. കണ്ടില്ലേ ഫുൾ അടിച്ചു പോയിട്ടോ സാധനം. എൻ്റെ മിസ്റ്റേക്ക് കാരണമാണ്. ഓട്ടോ ഡ്രൈവിങ് വരെ ഇതിനകത്തുണ്ടായിരുന്നു. ഒരു ബട്ടൺ ഞെക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഓടിക്കോളും. എല്ലാ സെറ്റിങ്സും ഉണ്ടായിരുന്നു. സെയിം വണ്ടിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ സാധനം അടിച്ചു പോയി. അതെൻ്റെ മിസ്റ്റേക്കാട്ടോ. ഇത് അകത്തോടിക്കാനേ പറ്റുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കൂടുതലായിരുന്നു. സാധാ ഡ്രിഫ്റ്റ് കാർ പോലെയല്ല. സാധാ ഡ്രിഫ്റ്റ് കാർ മറ്റേ ഓൺ റോഡ് ടയറെങ്കിലും നമുക്ക് കുറച്ച് എന്താ പറയുക റോട്ടിലൊക്കെ ഓടിക്കാം. പക്ഷെ ഇത് തീരെ പറ്റില്ല ഗൈസ്. ഇത് നിലത്തിറക്കാൻ തന്നെ പറ്റില്ല, മുറ്റത്ത് പോലും പറ്റില്ല. അത്രയും പ്രശ്നമായിട്ടോ. ഇത് ഭയങ്കര അത്രേ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ്. മറ്റേ സ്റ്റെപ്പ് ഇങ്ങനെ പൊങ്ങിയിരിക്കില്ലേ ചില സ്ഥലത്തൊക്കെ, അത് തന്നെ മതി. അതിലൂടെയൊക്കെ പോയിട്ട് എത്ര പ്രാവശ്യം ഫ്രണ്ട് തട്ടിയിട്ടുണ്ടെന്നറിയോ സ്പീഡിൽ പോയിട്ട്. ഇനി ഇടിച്ചിട്ടാട്ടോ ഇതൊക്കെ പൊട്ടണം. ജാതി സ്പീഡ് കഴിഞ്ഞ് ഫുൾ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ സീനാ വണ്ടി. പിന്നെ നിങ്ങൾ ആ കാണുന്ന പിക്ചർ കണ്ടോ? ദേ ആ കാണുന്നൊരു പിക്ചർ മരത്തിൻ്റെ അതന്നെ. ഓക്കെ അതന്നെ ആ കാണുന്ന പിക്ചർ ഞാൻ വരച്ചതാണ് ഗൈസ്. ഫാബ്രിക് പെയിൻറ്റിങ് കൊണ്ട് നല്ല കൊളയുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ് ഇതിനെപ്പറ്റി? ഞാൻ ഫാബ്രിക് പെയിൻറ് വെച്ച് വരച്ചതാട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ കൊളായി. ബഡ്സ് എടുത്ത് വരച്ചാൽ മതിയായിരുന്നു. ഞാൻ ബ്രഷ് എടുത്തിട്ടാട്ടോ വരച്ചത്. അത് കാരണം കുറച്ച് വൃത്തികേടായി. എന്നാലും എങ്ങനെയുണ്ട് ഗൈസ്? ഭംഗിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്നെ കളിയാക്കരുത് കേട്ടോ ഗൈസ്. ഞാനൊരു പെട്ടി ലവറാണ്. അങ്ങനെയല്ല കേട്ടോ. എനിക്ക് പെട്ടികൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കാർബോർഡ്സ് പെട്ടികൾ അത് ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. അത്ര ഭംഗികളൊന്നുമല്ല, എന്നാലും അത് തന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ നല്ല ഒരുവിധം കുഴപ്പമില്ലാത്ത പെട്ടികളൊക്കെ ഞാനെടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഈ കാണുന്ന റൗണ്ട് ഉണ്ടോ ഗൈസ്? അത് ഞാനിങ്ങനെ ഈ ഒരു ഏരിയയിലായിട്ട് തൂക്കിയിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ എൻ്റെ അമ്മ സമ്മതിച്ചില്ല. പിറ്റിയിൽ മൈ മമ്മി ഡോണ്ട് ഗീവ് പെർമിഷൻ. പിന്നെ നമുക്കല്ല എനിക്കിവിടെ ഒരു കീബോർഡ് ഉണ്ട്. യെസ് ഗൈസ്, ഞാൻ കീബോർഡ് പഠിക്കുന്നുണ്ട്. അതിന് വേണ്ടി പപ്പ വാങ്ങി തന്നതാണ്. കാസിയോടെയാണ് CTK240 എന്ന് പറയുന്നതാണ്. 100 ടോൺസ് ഉണ്ട്, 100 റിതം ഉണ്ട്, 50 പാട്ടുണ്ട്. കൊള്ളാം ഗൈസ്. പിന്നെ ഇവിടെ ഒരു ട്രെഡ്മില്ലിയൻ ഉണ്ട്. വാവ്, എല്ലാ സാധനങ്ങളും എൻ്റെ റൂമിലാണ് ഗൈസ്. എൻ്റെ വീടിന് ഫുള്ള് ഉപയോഗിക്കാനുള്ളത് എൻ്റെ റൂമിലാണ്. ബിക്കോസ് എൻ്റെ ഈ വീട്ടിലത്തെ ഏറ്റവും വലിയ റൂം എന്ന് പറയുന്നത് എൻ്റെയാണ്. എൻ്റെ പപ്പയുടെ റൂം പിന്നെ നോക്കണ്ട ഗൈസ്. അത് റൂമായിട്ട് കൂട്ടാൻ പറ്റില്ല. അത് ഹാളാണ് കേട്ടോ. പക്ഷെ എൻ്റെ പപ്പ അത് റൂമാക്കി എടുത്തു. ബിക്കോസ് എൻ്റെ പപ്പ ഒരു കമ്പനിയൊക്കെ തുടങ്ങിയല്ലോ. അത് കാരണം കണ്ടോ ഇത്ര വലിപ്പമുണ്ട് ഗൈസ്. എൻ്റെ റൂമാണ് എൻ്റെ വീട്ടിലത്തെ ഏറ്റവും വലിയ റൂം. അത് കാരണം എല്ലാ സാധനങ്ങളും ഇവിടെയാണ്. ട്രെഡ്മില്ലിയൻ എങ്ങനെയുണ്ട്? ട്രെഡ്മില്ലിയൻ അല്ലേ? എനിക്ക് ഓടാൻ പറ്റില്ല ബിക്കോസ് എബോ 18 ആണ്. അറിയാമല്ലോ നിങ്ങൾക്ക്. ജിമ്മൊക്കെ പോകണമെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഇത് എനിക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. ഇതെന്തൊരു സംഭവം? ഇത് മറ്റേതാ ഗൈസ്. നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവില്ലേ? ബാക്ക് പെയിൻ പക്ഷെ നടുവേദന ഉള്ളപ്പോൾ ഈ സാധനം ഇത് ഇങ്ങോട്ടിടുക വയർക്ക്. എന്നിട്ട് ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. പിന്നെ ഇതെന്ന് പറയുന്നത് ഡമ്പലൊന്നുമല്ല കേട്ടോ. ഒരെണ്ണത്തിന് ഏകദേശം 2 കിലോ വരുന്നുണ്ട്. ഇത് പിടിച്ചിട്ട് ഓടാനാണ്. ഇതൊക്കെ പിടിച്ചിട്ട് ആരെങ്കിലും ഓടും ഗൈസ്. ഞാനൊക്കെ ഇത് സുഖമായിട്ട് കൊടുക്കും കേട്ടോ. ഞാനൊക്കെ ഒറ്റ വിരലും കൊണ്ട് വെക്കും. കണ്ടോ 2 കിലോ ഒക്കെ നമുക്ക് നിസ്സാരമാണ്. എന്നാലും അത് പിടിച്ചിട്ട് ഓടാന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പ്ലൈവുഡ് കണ്ടിട്ടുണ്ടാവില്ലേ? ഇതെന്തിനാണെന്നറിയോ? നമ്മൾ ഹോട്ട് വീലിൻ്റെ കളക്ഷനില്ല. അപ്പം അതിനൊരു ട്രാക്ക് ആക്കാനാണ്. എനിക്കൊരു പ്ലൈവുഡ് ഉണ്ടായിരുന്നു ഇത്രയും വലിപ്പമുള്ളത്. അത് ഞാൻ ട്രാക്കാക്കി സെറ്റപ്പാക്കി കൊണ്ടുവന്നപ്പോൾ അത് മിസ്സിങ് ആയി ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്സിങ് ആയെന്ന് അറിയില്ല. ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാവും, ചിലപ്പോൾ എൻ്റെ അനിയത്തി എവിടെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ
എൻ്റെ മമ്മി കത്തിക്കാനിട്ടുണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കാണാണ്ടായി. പിന്നെ ഞാനിത് ഇങ്ങനെ വെച്ചേക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല, ട്രാക്കാക്കാനൊന്നും. സത്യം പറയല്ലോ ഗൈസ്, ഹോട്ട് വീൽസിൻ്റെ ട്രാക്ക് മാത്രം വാങ്ങണമെങ്കിൽ നല്ല വിലയാട്ടോ. അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ റൂം ടൂറിൻ്റെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും നിങ്ങൾ മറക്കരുത് ഗൈസ്. കാരണം നിങ്ങൾക്കറിയാലോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് ഗൈസ്. അത് കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, പ്ലീസ് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നമുക്ക് ലൈക്കും ഇതൊക്കെ ആവശ്യമുണ്ട്, പക്ഷേ ഏറ്റവും ആവശ്യം സബ്സ്ക്രൈബേഴ്സാണ്. അറ്റ്ലീസ്റ്റ് I want 1K ഗൈസ്, പ്ലീസ് ഗൈസ്. ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണ്ടേന്ന്. ഞാൻ പറ്റുവാണെങ്കിൽ ഇടാൻ ഗൈസ്, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എനിക്ക് ഒന്നാമത്തെ ഒരു സമയം കിട്ടാറില്ല, അതാണ് മെയിൻ ഇഷ്യൂ. സ്കൂള് വിട്ട് 4:30 ആകുമ്പോൾ വരും, അല്ല 3:30 ആകുമ്പോൾ വരും. പിന്നെ 4:30ക്ക് ട്യൂഷന് പോകണം. പിന്നെ 7 മണിയാകുമ്പോഴേ വീടെത്തുള്ളൂ. പിന്നെ കുളിച്ച് സ്കൂളിൽ വന്നതും കുളിക്കട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ച് റെഡിയായി പ്രാർത്ഥിച്ച് പിന്നെ രാത്രിയാവും 9 മണി സംതിങ്. പിന്നെ മമ്മി പറയും പോയി കിടന്നുറങ്ങാൻ. പിന്നെ എപ്പോഴാണ് കഴിച്ച് എനിക്ക് വീഡിയോ പിടിക്കാൻ സമയം? ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് സമയത്തിലാണ് ഈ വീഡിയോ ഒക്കെ പിടിക്കണത്, അത് തന്നെ കഴിച്ച്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു.